2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം വീണ്ടും കോൺഗ്രസിന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയാണുണ്ടായത്. അത് മഹാരാഷ്ട്രയിലാണെങ്കിലും ഹരിയാനയിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും ഒക്കെ തന്നെ. ഏറ്റവും ഒടുവിൽ പശ്ചിമ ബംഗാളിൽ. പക്ഷേ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, അദ്ദേഹം പറയുന്നത് മോഡി സർക്കാരിന്റെ നാളുകളൊക്കെ എണ്ണപ്പെട്ട് കഴിഞ്ഞു, ഒരു വർഷത്തിനുള്ളിൽ സർക്കാർ വീഴും എന്നൊക്കെയുള്ള ഒരുപാട് പ്രവചനങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. പക്ഷെ ഇപ്പം യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിലെ പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയ പ്രതിപക്ഷ ഐക്യനിരയിൽ വിള്ളലുണ്ടാകുന്നത്, പ്രതിപക്ഷം ദുർബലമാകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്ത കാലത്ത് എം പിമാരൊക്കെ ഇപ്പം തൃണമൂൽ കോൺഗ്രസിന്റെ എം പിമാരും BJP പക്ഷത്തേക്ക് അല്ലെങ്കിൽ NDA പക്ഷത്തേക്ക് മാറുന്നു. അതേപോലെ തന്നെ ഉദ്ധവ് താക്കറയുടെ അവരും മാറുന്നു. അപ്പൊ ഇത് എന്തൊരു ട്രെൻഡാണ് സൂചിപ്പിക്കുന്നത്? നമുക്കറിയാമല്ലോ 2023 ഇന്ത്യ അലയൻസ് എന്നുള്ള തരത്തിൽ നിലവിലുണ്ടായിരുന്ന UPA സംവിധാനം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയൊരു മുന്നേറ്റം എന്നുള്ള തരത്തിൽ അദ്ദേഹം ഭാരത് ചോഡോ യാത്ര നടത്തുകയും അങ്ങനെ 2024 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഒരു നരേന്ദ്രമോദിക്ക് ബദലായ ഒരു പ്രതിപക്ഷ ഐക്യനിര സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഒരു പരിധിവരെ നല്ല മാധ്യമ പിന്തുണയും പ്രചാരവും ഒക്കെ ആഗോളതലത്തിലും അതിന് ലഭിക്കേണ്ടത്. മാത്രമല്ല 2024 തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 234 സീറ്റുകൾ ഈ ഇന്ത്യ അലയൻസ് സഖ്യം സംയുക്തമായി നേടുകയുണ്ടായി. അതിൽ കോൺഗ്രസ്, DMK, തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയിട്ടുള്ള പാർട്ടികളെല്ലാം പെടും. ഒപ്പം ഇടതുപക്ഷ കക്ഷികളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിശാലമായ ഇന്ത്യ അലയൻസാണ് പാറ്റ്നയിലും അതുപോലെ ബാംഗ്ലൂരിലുമൊക്കെ അവർ തുടക്കം കുറിച്ചത്. ആദ്യം അതിൻ്റെ മുന്നിൽ നിർത്തിയത് നിതീഷ് കുമാറിനായിരുന്നു. പക്ഷേ നിതീഷ് കുമാർ താമസിയാതെ അവിടെ നിന്ന് പുറത്തുചാടി വീണ്ടും BJP NDA പക്ഷത്തേക്ക് പോവുകയുണ്ടായി. നിതീഷ് കുമാറിനെ കൺവീനർ ആക്കാത്തത് കൊണ്ടാണെന്നുള്ള പരാതി. പക്ഷേ അത് കഴിഞ്ഞ് 2024 തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്കും BJP അതിന് മുമ്പുണ്ടായിരുന്ന 2 തെരഞ്ഞെടുപ്പുകളിലെ നിന്ന് വ്യത്യസ്തമായിട്ട് BJPയുടെ സീറ്റുകൾ കുറയുകയും 240 സീറ്റിലേക്ക് കുറയുകയും NDAക്ക് സംയുക്തമായിട്ട് 293 സീറ്റുകൾ പാർലമെൻറ്റിലുണ്ടായിരുന്നു. അപ്പോൾ ആ തരത്തിൽ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മറ്റ് 2 തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് BJP താരതമ്യേന എണ്ണം കൊണ്ട് കുറഞ്ഞ ഒരു സർക്കാരായിരുന്നു നരേന്ദ്രമോദിയുടെ മൂന്നാമത്തെ സർക്കാർ. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും സർക്കാർ 272 സീറ്റ് BJP ഒറ്റയ്ക്ക് നേടിയിരുന്നു. 2014 2019 ആകുമ്പോഴത്തേക്കും 303 സീറ്റായിട്ട് ഉയർന്നു. അതിൽ നിന്നാണ് 240 സീറ്റായിട്ട് മാറിയത്. മാത്രമല്ല BJPയുടെ ഏറ്റവും ശക്തി കേന്ദ്രമെന്ന UPയിൽ സമാജ്വാദി പാർട്ടി ഏതാണ്ട് 37ഓളം സീറ്റുകൾ വിജയിച്ചു. മഹാരാഷ്ട്രയിലും തിരിച്ചടിയുണ്ടായി. അതേസമയം BJP മറ്റു പല സംസ്ഥാനങ്ങളിലും മുന്നേറി. ഒറീസ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലും തെലങ്കാനയിലും ആന്ധ്രയിലും ഒക്കെ കേരളത്തിൽ പോലും ഒരു സീറ്റ് ജയിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ പൊതുവേ നമ്മളൊക്കെ വിചാരിച്ചു നരേന്ദ്രമോദിക്കെതിരായ ഒരു ബദൽ രാഷ്ട്രീയ മുന്നണി ഇന്ത്യയിൽ ശക്തിപ്പെടുന്നു എന്നുള്ള ഒരു പൊതുവായ ഒരു ബോധം അങ്ങനെ ഡെവലപ്പ് ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ സ്വപ്നം കണ്ടതുപോലെയുള്ള ഒരു മോഡി വിരുദ്ധ രാഷ്ട്രീയം ഇന്ത്യയിൽ പച്ച പിടിച്ചില്ല എന്നാണ്. അതിന് പ്രധാനമായ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ BJP വലിയ മുന്നേറ്റം, ഹരിയാനയിലും മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിലും പിന്നീട് ബീഹാറിലും ഈ അടുത്തിടെ നടന്ന പശ്ചിമ ബംഗാളിലും ആസാമിലും അതുപോലെ പോണ്ടിച്ചേരി, അതിൽ കേരളത്തിൽ ഇടതുപക്ഷം പരാജയപ്പെട്ട് കോൺഗ്രസ് വന്നു. തമിഴ്നാട്ടിൽ ഇന്ത്യ സഖ്യത്തിലെ മുഖ്യകക്ഷിയായ DMKയുടെ നേതൃത്വത്തിലുള്ള മുന്നണി പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ രാഷ്ട്രീയ പരീക്ഷണമാണ് വന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും BJP വളരെ ശക്തമായി മുന്നേറുകയും ഏതാണ്ട് 22 സംസ്ഥാനങ്ങളിലും BJP NDA ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന സാഹചര്യമുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ ക്ഷീണം പിന്നീട് നടന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല. മഹാരാഷ്ട്രയിലൊക്കെ നമ്മൾ കണ്ടത് 288 സീറ്റിൽ 235 വൻ വിജയം നേടി വന്നു. അപ്പൊ ഇതിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ തൊട്ടടുത്ത്. അല്ലെ, അതിൽ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇന്ത്യ അലയൻസിന് നേതൃത്വം നൽകിയിരുന്ന പ്രധാന പാർട്ടികൾ അതെല്ലാം തന്നെ ഒരു ഡൈനാസ്റ്റിക് പാർട്ടികളായി പരിണമിച്ചിരുന്നു. അതിൽ ആദ്യം പൊട്ടിത്തെറി ഉണ്ടാകുന്നത്
മഹാരാഷ്ട്ര ബേസ് ചെയ്തിട്ടുള്ള രണ്ട് പാർട്ടികളാണ്, ശിവസേനയിലും NCPയിലുമാണ്. അപ്പോൾ ഉദ്ധവ താക്കറെയുടെ ശിവസേനയെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഷിൻഡെയുടെ നേതൃത്വത്തിലെ റബൽ വിഭാഗം വരികയും അവർ പിന്നീട് നിയമപരമായിട്ട് അംഗീകൃത ശിവസേനയായി മാറുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണ് ശരത് പവാറിൻ്റെ നേതൃത്വത്തെ തള്ളി പറഞ്ഞുകൊണ്ടാണ് അജിത് പവാറിൻ്റെ നേതൃത്വത്തിൽ NCPയിലും റബലായിട്ട് വരുന്നവർ വിഭാഗം പിന്നീട് ഔദ്യോഗിക NCP ആയിട്ട് മാറി. പിന്നീട് ഇതേ പ്രക്രിയ മറ്റു പല സംസ്ഥാനങ്ങളിലും വന്നു. ബാൽ ഠാക്കറുടെ ശിവസേന നേരത്തെ കോൺഗ്രസ് ഒക്കെ നഖശിഖാന്തം എതിർത്തിരുന്ന, അതായത് പ്രാദേശികവാദം, മുസ്ലിം വിരുദ്ധത, ഹിന്ദു വർഗീയതയൊക്കെ ആരോപിക്കപ്പെട്ട മറാഠ സങ്കുചിതവാദമൊക്കെ, മഹാരാഷ്ട്ര സങ്കുചിതവാദമൊക്കെ ആരോപിക്കപ്പെട്ടിരുന്ന ഒരു പാർട്ടിയായിരുന്നു. അവരായിട്ട് കൂട്ടുകൂടുന്നതിലൊന്നും കോൺഗ്രസിന് ഒരു സങ്കോചവും ഉണ്ടായിരുന്നില്ല. കാരണം 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ശിവസേന സഖ്യത്തിന് ഭൂരിപക്ഷം കിട്ടിയ സമയത്ത് ആര് മുഖ്യമന്ത്രിയാവണം എന്നുള്ളൊരു തർക്കം വരികയും ശിവസേനയ്ക്ക് മുഖ്യമന്ത്രിയാവണം എന്ന ആവശ്യമുള്ളത് കൊണ്ടാണ് അവരെ ഒന്നടങ്കം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ആണ് അവർ സഖ്യം. മഹാരാഷ്ട്രയിൽ ശിവസേനയിലും അതുപോലെ NCPയിലും ഉണ്ടായ ആഭ്യന്തര കലാപം അത് പിന്നീട് റബൽ വിഭാഗങ്ങൾ യഥാർത്ഥ പാർട്ടിയായിട്ട് മാറിയതാണ് ഇന്ത്യ അലയൻസിനുണ്ടായ ആദ്യത്തെ തിരിച്ചടി. അതിന് സമാന്തരമായിട്ട് അതിനു മുമ്പ് തന്നെ നിതീഷ് കുമാർ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഇന്ത്യ അലയൻസ് വിട്ട് BJP പക്ഷത്തേക്ക് വരികയുണ്ടായി. പിൽക്കാലത്ത് ബീഹാറിലും വലിയ വിജയത്തിലേക്ക് NDA മാറി. പിന്നെ BJP ഏറ്റവും വലിയ കക്ഷിയായി മാറുകയും BJP മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത്. അപ്പോൾ അതിന് സമാന്തരമായി നമ്മൾ കാണേണ്ടത് ദേശീയ തലത്തിൽ BJPയുടെ ഭരണത്തിനെതിരായ ശക്തമായ നിലപാടെടുക്കുന്ന പ്രാദേശിക സർക്കാരുകളായിട്ട് കേരളത്തിലെ പിണറായി വിജയൻ ഇടതുപക്ഷ സർക്കാരും, തമിഴ്നാട്ടിലെ DMK സർക്കാരും, അതുപോലെ പശ്ചിമ ബംഗാളിലെ TMC, ഡൽഹിയിലും പിന്നീട് പഞ്ചാബിലും ഉണ്ടായ ആം ആദ്മി പാർട്ടി, ഇവരൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രാവിഷ്കൃത പദ്ധതികളെയൊക്കെ തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനമാണ്. ദേശീയ വിദ്യാഭ്യാസ നയം ഉൾപ്പെടെ അവർ റിജക്റ്റ് ചെയ്തിരുന്നു. ആ തരത്തിലൊരു അഗ്രസീവ് ആൻറ്റി മോഡി പൊളിറ്റിക്സ് വെച്ചുകൊണ്ടാണ് DMKയും CPMഉം ആം ആദ്മി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ഒക്കെ മുന്നിൽ വന്നത്. അപ്പം നമ്മൾ ഈ കഴിഞ്ഞ 2026 മെയ്യിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും പൊതുവെ നമ്മുടെ രാഷ്ട്രീയ ചിത്രം മുഴുവൻ മാറി. അപ്പോൾ BJP ഭരിച്ചിരുന്ന ആസാമിൽ മൂന്നാമത് വീണ്ടും വിജയിച്ചു. ബംഗാളിലെ BJP വിജയിക്കുക മാത്രമല്ല വൻപിച്ച ഭൂരിപക്ഷം, ഏതാണ്ട് 294 208 സീറ്റുകൾ നേടി അവിടെ ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്നു. പോണ്ടിച്ചേരി BJP മുന്നണി സഖ്യം അധികാരം നിലനിർത്തി. കേരളത്തിൽ ഇടതു മുന്നണി പരാജയപ്പെട്ടിട്ട് അവിടെ കോൺഗ്രസ് മുന്നണി അധികാരത്തിൽ വന്നു. അപ്പോൾ ഇന്ത്യ അലയൻസിൽ പെട്ട രണ്ട് വിഭാഗങ്ങളായി നിന്നാൽ ഒരു വിഭാഗം ജയിച്ചു. പക്ഷേ അവിടെ പോലും കേരളത്തിൽ ആദ്യമായിട്ട് BJPക്ക് മൂന്ന് അംഗങ്ങളോടെ നിയമസഭയിൽ വരുന്ന സാഹചര്യം ഉണ്ടായി. അപ്പം ഇതിനെ തുടർന്ന് നമ്മൾ കണ്ടത് തമിഴ്നാട്ടിൽ DMK, അതായത് നേരത്തെ തന്നെ BJPക്കെതിരെ വളരെ ശക്തമായ നിലപാട്, ഐഡിയോളജിക്കൽ വിശേഷം അവരെപ്പോഴും ആൻറ്റി ഹിന്ദിസ്റ്റ് ഈ വിഷയം പറഞ്ഞുകൊണ്ടുള്ള നിലപാടെടുത്തിരുന്നതാണ്. അപ്പോൾ ആ തരത്തിൽ മാത്രമല്ല ഈ സനാതന ധർമ്മത്തിനെതിരായിട്ടും മറ്റുമൊക്കെയുള്ള അവരുടെ ചില ജൽപ്പനങ്ങളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടാണ്. പക്ഷേ ആ DMK സർക്കാർ പരാജയപ്പെട്ടു. അപ്പോൾ കോൺഗ്രസ് ഉൾക്കൊള്ളുന്ന ഇന്ത്യ അലയൻസിൻ്റെ യഥാർത്ഥ രൂപം അവർ പ്രാക്ടീസ് ചെയ്ത ഏക സംസ്ഥാനം തമിഴ്നാടായിരുന്നു. അതായത് DMKയുടെ നേതൃത്വത്തിൽ എല്ലാ ഇടത് പക്ഷ പാർട്ടികളെയും മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയൊക്കെ ഒന്നിച്ച് കൂട്ടിയിണക്കിയാണ് തമിഴ്നാട്ടിലെ ഇന്ത്യ അലയൻസ് വർക്ക് ചെയ്തത്. കേരളത്തിലൊക്കെ അത് ഡിവൈഡഡ് ആയിരുന്നു. ഈവൻ ബംഗാളിൽ അത് ഡിവൈഡഡ് ആയിരുന്നു, ഡൽഹിയിൽ ഡിവൈഡഡ് ആയിരുന്നു, പഞ്ചാബിൽ ഡിവൈഡഡ് ആയിരുന്നു. പക്ഷേ ദേശീയ തലത്തിൽ മോഡി വിരുദ്ധ നിലപാടാണെങ്കിലും പ്രാദേശിക തലത്തിൽ വരുമ്പോഴത്തേക്ക് ഇന്ത്യ അലയൻസ് വിഭജിച്ച് നിന്നു. പക്ഷേ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല, എല്ലാവരും ഒന്നിച്ച് നിന്നിട്ട്. പക്ഷേ കോൺഗ്രസ് എന്താ ചെയ്തതെങ്കിൽ കോൺഗ്രസിൻ്റെ പരമ്പരാഗതമായ വഞ്ചനാപരമായ നിലപാടെടുത്തുകൊണ്ട് ഈ മെയ് 4-ാം തീയതി തെരഞ്ഞെടുപ്പ് വന്ന് 5 മണിക്കൂറിനുള്ളിൽ തന്നെ DMKയോട് പോലും ആലോചിക്കാതെ അവര് മുന്നണി വിടുക. ആകെ 5 സീറ്റിലാണ് അവർ ജയിച്ചത്. അത് പുതിയ TVK എന്നുള്ള വിജയുടെ പുതിയ പാർട്ടിക്ക് പിന്തുണ കൊടുക്കുന്നു. അപ്പം അതിനെ തുടർന്ന് ഇന്ത്യ അലയൻസ് സഖ്യത്തിൽ നിന്ന് DMK മാറുകയാണെന്നും കോൺഗ്രസ് തങ്ങളെ വഞ്ചിച്ചുവെന്നും കോൺഗ്രസിനെ ശക്തമായി അപലപിച്ചുകൊണ്ട് പ്രമേയമായിട്ടാണ് DMK വരികയും ലോകസഭാ സ്പീക്കർക്ക്
ഇന്ത്യ അലയൻസിൽ നിന്ന് മാറി പ്രത്യേക ഇരിപ്പിടം ലോകസഭയിൽ കൊടുക്കണമെന്ന് അപേക്ഷ നൽകുകയും ചെയ്തു. അതായത് കോൺഗ്രസ് തന്നെ ഇന്ത്യ അലയൻസിന്റെ കടക്കിൽ കത്തിവെക്കുന്ന അതവര് വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. ഒന്ന് അവര് ഡൽഹിയിൽ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള പോസ്റ്ററൊക്കെ പതിച്ചു. രണ്ടാമത്തത് മുരശ്ശേരി അവരുടെ പത്രം പരസ്യമായിട്ട് പറഞ്ഞു രാഹുൽ ഗാന്ധി പ്രതിപക്ഷ ഐക്യത്തെ തുറന്നു വെക്കാണ്, അദ്ദേഹം ഇമ്മച്ചുവർ ആയിട്ടുള്ള ആളാണ്, രാഷ്ട്രീയ പക്വത വന്നിട്ടില്ല എന്ന് അദ്ദേഹം അവരാരോപിച്ചു. അല്ല, അപ്പൊ അത് നമ്മള് ഇപ്പൊ നമ്മുടെ മാധ്യമ ചർച്ചകളിലേക്ക് വരുന്നത് ബി ജെ പി എതിർപക്ഷത്തെ പുലർത്തി ഈ ലോകസഭയിൽ 3-2 ഭൂരിപക്ഷം നേടുന്ന പ്രക്രിയ നടക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു മാധ്യമ ചർച്ചയൊക്കെയാണ് നടക്കുന്നത്. അപ്പം തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് എന്ത് റോളാണുള്ളത്? കോൺഗ്രസ് ആണ് അതിനെ തകർത്തിട്ട് പുറത്തു പോയത്. അങ്ങനെ DMK ഔദ്യോഗികമായിട്ട് ഇന്ത്യ അലയൻസിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞു. അപ്പം പിന്നെ നമ്മൾ കാണുന്നത് പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിനകത്ത് ഉണ്ടായ വിപ്ലവം. അതിനകത്തുള്ള MLA-മാര് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഏതാണ്ട് ഒരു 10-15 പേരൊഴിച്ച് ബാക്കി എല്ലാ പേരും മമതാ ബാനർജിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് റബൽ വിഭാഗമായി പാർലമെന്റിൽ അവരെ എംപിമാർ 20-ലധികം പേര് മാറി നിൽക്കുന്നു. അങ്ങനെ ഒരു നിലപാട് അവിടെ അതെ. അത് മാത്രമല്ല ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ അംഗങ്ങളെല്ലാം പൂർണ്ണമായിട്ടും BJP-യിലേക്ക് മാറുന്നൊരവസ്ഥ വന്നു. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്ത്യ അലയൻസിന് നേതൃത്വം നൽകിയിരുന്ന പാർട്ടികളും അതുപോലെ മറ്റ് നേതാക്കളും ഒക്കെ തന്നെ പുതിയ സമീപനമായി വരികയും അത് BJP-ക്ക് അനുകൂലമായ നിലപാടിലേക്ക് കലാശിക്കുകയും ചെയ്യാം. അപ്പം ലോകസഭയിൽ 1-2 ഭൂരിപക്ഷം BJP-ക്ക് ഇല്ലെങ്കിൽ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നിന്ന് മാറി ഇന്ന് ഏതാണ്ട് അതിനടുത്തേക്ക് വരികയാണ്. കാരണം അതിൽ BJP എഞ്ചിനീയർ ചെയ്തതാണ് ഈ പറഞ്ഞ കലാപങ്ങൾ എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന് തൃണമൂൽ കോൺഗ്രസിലും ആം ആദ്മി പാർട്ടിയിലും ഉണ്ടായ ആഭ്യന്തര സംഘർഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വേച്ഛാധിപത്യ സമീപനം എടുക്കുന്ന നേതൃത്വത്തിനെതിരായ റിവോൾട്ടായിരുന്നു. ആ റിവോൾട്ട് 15 വർഷത്തെ മമതാ ബാനർജിയുടെ ഭരണ സമയത്ത് അത് ഡോർമെന്റ് ആയിരുന്നു. പക്ഷേ അവർ പരാജയപ്പെട്ടപ്പോൾ എല്ലാവരും കൂടെ റിവോൾട്ട് ചെയ്യുക ചെയ്തത്. അപ്പം ആ തരത്തിൽ നമുക്കറിയാം ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് കോൺഗ്രസിനകത്ത് അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസ് പരാജയപ്പെട്ടതിന് ശേഷം 72-ൽ കോൺഗ്രസിനകത്ത് ഇതുപോലെ സ്പ്ലിറ്റ് ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം ആ ഒരു അതെ, ഇപ്പൊ കേരളത്തിലെ ആന്റണിയെ പോലുള്ള ഒരു കോൺഗ്രസ് വിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ അത് BJP-യോ അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ജനതാ പാർട്ടി മാനേജ് ചെയ്യുന്നൊന്നുമല്ല. പക്ഷെ ഇപ്പൊ നമ്മുടെ മാധ്യമങ്ങളിൽ പറയുന്ന BJP-ക്ക് ക്രെഡിറ്റ് കൊടുക്കുന്നത് എത്രമാത്രം ശരിയെന്നുള്ളത് നമ്മൾ സൂക്ഷ്മമായി വിശകലനം ചെയ്യുമ്പോഴത്തേക്കും അത് ശരിയല്ല. കാരണം ആ പാർട്ടികളുടെ പ്രവർത്തന ശൈലിയാണ്. കാരണം CPM-ൽ അതുണ്ടായില്ല. അപ്പം CPM എന്നുള്ള ചെറിയ ഒരു സ്റ്റേറ്റിലാണ് കേരളത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണെങ്കിൽ പോലും അതിൻ്റെ പ്രവർത്തന രീതിയിൽ ഈ വരുന്ന നേതൃത്വത്തിൻ്റെ ഒരു സ്വേച്ഛാധിപത്യ സമീപനമില്ല നിലവിൽ പാർട്ടിയുടെ ഘടന. മറ്റത് അങ്ങനെയല്ല. ഇപ്പം TMC എന്ന് പറയുന്നത് ഒറ്റ വ്യക്തിയിലേക്കും അവരുടെ അഭിഷേക് ബാനർജിയിലേക്ക്. അപ്പോൾ ഈ തൃണമൂൽ കോൺഗ്രസിലെ റബലായവർ ആരും തന്നെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഭിഷേക് ബാനർജിയെ ഉൾക്കൊള്ളാൻ തയ്യാറല്ല. അപ്പം BJP-ക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന തൃണമൂൽ നേതാക്കൾ പോലും അഭിഷേക് ബാനർജിയെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അതിനേക്കാളും ബെറ്റർ BJP-യോട് അനുഭാവത്തോടെ നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് എന്നൊരു സമീപനം സ്വീകരിക്കുന്നത്. പക്ഷെ ഇതിലൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് ദേശീയ തലത്തിലല്ല പ്രാദേശിക തലത്തിൽ വലിയ പാർട്ടികളിൽ നിൽക്കുന്ന പല പാർട്ടികളും കോൺഗ്രസിന്റെ സ്പ്ലിൻഡർ ഗ്രൂപ്പുകളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് YS രാജശേഖർ റെഡ്ഡി, അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. അതേപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ്, അവർ മമതാ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. അപ്പം അവരൊക്കെ തന്നെ കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പോയ ആളുകളാണ്. പക്ഷേ നമ്മൾ എടുത്തു പറയേണ്ടത് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും തന്നെ അവരുടെ ആഭ്യന്തരമായി ഒരു ജനാധിപത്യ ഘടനയുള്ള പാർട്ടിയല്ല. നമ്മൾ കേരളത്തിലെ ഇപ്പോൾ ഇന്ത്യ അലയൻസിലെ പാർട്ടികളിൽ എല്ലാം തന്നെ വ്യക്തി കേന്ദ്രീകൃത കുടുംബ കേന്ദ്രീകൃത പാർട്ടികളാണ്. ഉദാഹരണത്തിന് സമാജ്വാദി പാർട്ടി, RJD, അതായത് ഉത്തർപ്രദേശിലെ ബീഹാറിലെ പാർട്ടികൾ കുടുംബ പാർട്ടികൾ. ലല്ലു യാദവിന്റെ ഒരു കുടുംബത്തിലേക്ക് പോകുന്നു. സമാജ്വാദി പാർട്ടി മുല്ല സിംഗ് യാദവിന്റെ കുടുംബത്തിൽ. ബിജു ജനതാദൾ പാർട്ടി ജനതാദൾ ഇന്ത്യ അലയൻസിന്റെ ഭാഗമായിരുന്നില്ല. അപ്പൊ DMK ആണെങ്കിൽ കുടുംബാധിപത്യ പാർട്ടിയാണ്. NCP, അതുപോലെ ശിവസേന, തൃണമൂൽ കോൺഗ്രസ്, DMK. ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ അലയൻസിലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടികളും കുടുംബാധിപത്യ പാർട്ടികളാണ്. അപ്പം അതുകൊണ്ട് തന്നെ പാർട്ടികളുടെ പരാജയം പാർട്ടി അണികളെയും അല്ലെങ്കിൽ പാർട്ടിയുടെ സംഘടനയെയും ഒന്നിച്ച് നിർത്തുന്നതിന് നേതൃത്വത്തിന് കഴിയാതെ വരുന്നു. അല്ലെങ്കിൽ
ഈ ഈ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ആദ്യകാല നേതൃത്വം കുറച്ചുകൂടെ ജനകീയമായിരുന്നു. ഉദാഹരണത്തിന് മുല്ലസിംഗ് യാദവിൻ്റെ കാലഘട്ടം പോലെയല്ല, അല്ലെങ്കിൽ ശിവസേനയുടെ ബാൽ താക്കറെയുടെ കാലഘട്ടം പോലെയല്ല ഉദ്ധവ് താക്കറെയുടെ കാലഘട്ടം. അപ്പം രണ്ടാം തലമുറ വന്നപ്പോഴാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ സംഘടനയ്ക്കകത്ത് തന്നെ നേതൃത്വത്തിനെതിരെ ഈ മുറുമുറുപ്പും അതുപോലെയുള്ള ചില സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളും വരുന്നത്. അപ്പം യഥാർത്ഥത്തിൽ BJP വിരുദ്ധ രാഷ്ട്രീയം തകരുന്നതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് പാർട്ടികൾ ജനാധിപത്യ സ്വഭാവം ഒഴിവാക്കി കുടുംബാധിപത്യത്തിലേക്ക് മാറിയതും അതിന് വ്യക്തമായ ഒരു രാഷ്ട്രീയ അജണ്ട ഇല്ലാത്തതും അതിൻ്റെ വളർച്ച മുരടിച്ചതുകൊണ്ടും BJPയുടെ വികസന രാഷ്ട്രീയം കൂടുതൽ ജനകീയമായി മാറുന്ന പശ്ചാത്തലത്തിലുമാണ്. ഇതിനെ നമ്മൾ ഒന്നിച്ച് വായിക്കണം. അപ്പം BJP എഞ്ചിനീയർ ചെയ്യുന്നതല്ല, പിളർന്ന് വരുന്നവർക്ക് BJP അഭയം കൊടുക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമുണ്ട്. അതിൻ്റെ നേരത്തെ ഇപ്പം ഈ കേന്ദ്രത്തില് മോഡി ഗവൺമെന്റ് ഇരിക്കുന്ന സമയത്ത് DMK BJPക്കെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വാജ്പേയി മന്ത്രിസഭാ കാലത്ത് DMK വാജ്പേയിയുടെ മന്ത്രിസഭയിൽ 5 വർഷം DMKയും BJPയും ഒന്നിച്ച് കേന്ദ്രം ഭരിച്ചതാണ്. അതിനു മുമ്പ് 13 മാസം AIDMKയും BJPയും ചേർന്നിട്ടാണ് ആദ്യത്തെ NDA സർക്കാർ വാജ്പേയിയുടെ. രണ്ടാമത്തെ NDA സർക്കാരിന്റെ പൂർണ്ണ കാലാവധി DMKയുമായിട്ട് ഒന്നിച്ച് ഭരിച്ചു. മാത്രമല്ല 77 നമ്മുടെ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടം മുതൽ തന്നെ അന്നത്തെ ജനസംഘവുമായിട്ട് അല്ലെങ്കിൽ പിന്നീട് ജനതാ പാർട്ടിയുമായിട്ടൊക്കെ തന്നെ DMKക്ക് കൂടുതൽ ബന്ധമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് രാഷ്ട്രീയ കാലാവസ്ഥ മാറി. അതുകൊണ്ട് നമ്മുടെ മുന്നണി രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു സ്ഥായിയായ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. ഇപ്പം നിതീഷ് കുമാർ തന്നെ 2 തവണ NDA പക്ഷത്തിൽ നിന്ന് പുറത്തു ചാടുകയും തിരിച്ചു വരികയും ചെയ്ത ഒരാളാണ്. അത് വേറൊരു കാര്യം. പക്ഷെ നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ തരത്തിൽ മോഡി വിരുദ്ധ രാഷ്ട്രീയം പരാജയപ്പെടുന്നതിൽ ഏറ്റവും ഉത്തരവാദിത്വമുള്ളത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വമാണ്. രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിനെ ശക്തമായിട്ട് നിലനിർത്താൻ കഴിയുക മാത്രമല്ല ഒരു മുന്നണിയെ ഏകീകരിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അപ്പം നമ്മൾ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ അത് പ്രകടിപ്പിച്ചു. പിണറായി വിജയൻ രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിച്ചു. കേരളത്തില് ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷി നേതാവാണ് പിണറായി വിജയൻ. അങ്ങനെ നോക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധിക്കെതിരെ പാർട്ടിക്കകത്ത് തന്നെ വിമർശനം വരുന്നുണ്ട്. കാരണം അതൊരു കുടുംബാധിപത്യ പാർട്ടി ആയതുകൊണ്ട് പുറത്തുള്ള ഒരാൾക്ക് അവിടെ ഷൈൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇപ്പോൾ തൽക്കാലം പ്രിയങ്ക വന്നാലും കൊള്ളാം എന്ന് പറയുന്ന ആളുകളും. ഇന്ത്യ അലയൻസിന്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വമാണ്. അത് കോൺഗ്രസിന്റെയും ഏറ്റവും വലിയ ദൗർബല്യമാണ്. അത് തന്നെയാണ് നരേന്ദ്രമോദിയുടെയും BJPയുടെയും ഏറ്റവും വലിയ കരുത്ത്. അപ്പം ശരിക്കും രാഹുൽ ഗാന്ധി ആണ്, നമുക്കറിയാമല്ലോ 2014 മുതൽ കോൺഗ്രസിന് ഒരു ഔദ്യോഗിക പ്രതിപക്ഷമാകാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് പരാജയപ്പെടാൻ 2019 ആവർത്തിച്ചു. പക്ഷേ 99 സീറ്റോടെ 2024 വരികയും അവരുടെ അലയൻസിന് 234 സീറ്റുകൾ ലഭിച്ചപ്പോഴത്തേക്കും പുതിയ ഒരു BJP വിരുദ്ധ രാഷ്ട്രീയത്തിന് ദേശീയ തലത്തിൽ പ്രസക്തിയുണ്ടെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വിരുദ്ധ ഇന്ത്യ അലയൻസ് 234 സീറ്റിലേക്ക് ഉയരുകയും കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം തിരിച്ചു കിട്ടുകയും 99 സീറ്റുകൾ നേടി ഒരു താരതമ്യേന ബെറ്റർ ആയിട്ടുള്ളൊരു വിജയം അവർക്ക് അവകാശപ്പെടാം. അങ്ങനെ ഒരു മോഡി വിരുദ്ധ BJP വിരുദ്ധ രാഷ്ട്രീയത്തിന് 10 വർഷങ്ങൾക്ക് ശേഷം, അതായത് 2014 തുടങ്ങിയ മോഡിയുടെ തേരോട്ടത്തിന് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇന്ത്യ അലയൻസ് മുന്നേറുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട് പലർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അത് വളരെ ഷോർട്ട് ലിവ്ഡായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം ഈ നേതൃത്വത്തിൻ്റെ തമ്മിലടിയും അവർക്ക് വ്യക്തമായ ഒരു ദേശീയ തലത്തിലൊരു അജണ്ട ഇല്ലാത്തതും അവർക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. അപ്പം അതാത് സംസ്ഥാനങ്ങളുടെ താല്പര്യപ്രകാരമാണ് അവർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അലയൻസിനെ ഗ്രാസ് റൂട്ട് തലത്തിൽ ഏകീകരിച്ച് നിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പം NDA അലയൻസ് ദേശീയ തലത്തിൽ സംസ്ഥാന തലത്തിൽ ഒരുപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യ അലയൻസ് അങ്ങനെയല്ല. ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഇന്ത്യ അലയൻസിലാണ് ഡൽഹി ചെല്ലുമ്പോഴത്തേക്കും. അപ്പം അങ്ങനെ വിഭജിച്ച് നിൽക്കുന്ന പാർട്ടികൾ ഡൽഹിയിൽ ഒന്നിക്കുന്ന ഒരു പശ്ചാത്തലവും കൂടെ ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നത് മോഡി വിരുദ്ധ രാഷ്ട്രീയത്തിന് ഏതാണ്ട് അവസാനമായി കഴിഞ്ഞിരുന്നു. അപ്പോൾ കോൺഗ്രസ് തന്നെ ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. ഇപ്പോൾ കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ പിൻബലത്തിൽ അവർ അധികാരത്തിൽ വന്നെങ്കിൽ പോലും ഇനി തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഹിമാചൽ പ്രദേശിലും കർണാടകത്തിലും തെലങ്കാനയിലുമൊക്കെ കോൺഗ്രസ് ഈ നിലവിലുള്ള വിജയം ആവർത്തിക്കുമെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഇന്ത്യ അലയൻസ് എന്നുള്ള ഒരു
BJP വിരുദ്ധ പ്രതിപക്ഷ സഖ്യം ഏതാണ്ട് പൂർണ്ണമായും അസ്തമിക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് നിലവിലുള്ളത്.